സംസ്ഥാനത്ത് വീടുള്ളവരെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീടുകളിലും സ്ഥാപനങ്ങളിലും മാലിന്യങ്ങൾ 4ആയി തരംതിരിച്ച് സംസ്കരിക്കണം. വൻകിട സമുച്ചയങ്ങൾ, മാർക്കറ്റുകൾ, ബിസിനസ് വ്യവസായ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ വൻതോതിൽ മാലിന്യം പുറന്തള്ളുന്ന സ്ഥാപനങ്ങളെ നിശ്ചയിക്കാൻ 3 മാനദണ്ഡങ്ങളും പരിഷ്കരിച്ച ചട്ടത്തിലുണ്ട്. 20,000 ചതുരശ്ര മീറ്ററോ അതിൽ കൂടുതലോ തറ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ, പ്രതിദിനം 40,000 ലിറ്ററോ കൂടുതലോ വെള്ളം ഉപയോഗിക്കുന്നവർ, പ്രതിദിനം 100 കിലോഗ്രാമിൽ അധികം ഖരമാലിന്യം തള്ളുന്നവർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ബാധകമാവുന്നവരാണ് ഈ ഒരു വിഭാഗത്തിൽ വരുന്നത്. അവർ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. മാലിന്യങ്ങൾ അംഗീകൃത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സംസ്കരിക്കണം. പുതുതായി തുടങ്ങുന്ന വൻകിട സ്ഥാപനങ്ങളാണെങ്കിൽ നിർബന്ധമായും ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കണം. ഭക്ഷണാവശിഷ്ടങ്ങൾ, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, കപ്പുകൾ, കാനുകൾ, കവറുകൾ, ചിരട്ടകൾ, പച്ചക്കറി പഴ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാനായി ഉചിതമായ കണ്ടെയ്നറുകൾ തെരുവ് കച്ചവടക്കാർ കരുതണം. 100-ലധികം പേരുള്ള പരിപാടികൾ നടത്തുമ്പോൾ 3 പ്രവൃത്തി ദിനം മുൻപ് തദ്ദേശ സ്ഥാപനത്തെ അറിയിക്കണം. പുനരുപയോഗിക്കാനോ ഊർജ ആവശ്യങ്ങൾക്കോ കഴിയാത്ത മാലിന്യം മാത്രമേ കുഴിച്ചു മൂടാൻ അനുവാദമുള്ളൂ. അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, പൈപ്പ് ലൈൻ സൗകര്യമുള്ള പ്രദേശങ്ങളിലെ വീടുകൾക്ക് പൈപ്പിലൂടെയുള്ള പാചകവാതകം നിർബന്ധമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഈ ഒരു പുതിയ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു നടപടി. പൈപ്പ് ലൈൻ സൗകര്യമുള്ളവർ PNG കണക്ഷനുകളിലേക്ക് മാറാത്ത പക്ഷം അവരുടെ LPG കണക്ഷൻ റദ്ദാക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. PNG വിതരണം വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ ഒരു ഉത്തരവ് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന് ഹൗസിംഗ് സൊസൈറ്റികൾക്കോ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനുകൾക്കോ ഇനി തടസ്സം നിൽക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കാർ കർശനമായി ഇടപെടും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ബക്രീദ് പ്രമാണിച്ച് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. 1101 രൂപ വിലയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കിറ്റ് 850 രൂപയ്ക്ക് ലഭിക്കും. ഈ ഒരു കിറ്റിൽ 10 ഇനങ്ങളാണ് ഉണ്ടായിരിക്കുക. APL BPL വ്യത്യാസമില്ലാതെ ഈ കിറ്റ് ലഭിക്കുന്നതാണ്. ഇതിൽ 3 കിലോ ബിരിയാണി അരി, 1 കിലോഗ്രാം പഞ്ചസാര, 1 ലിറ്റർ ശബരി വെളിച്ചെണ്ണ, 1 കിലോഗ്രാം ശബരി അപ്പപ്പൊടി, 250 ഗ്രാം ശബരി ഗോൾഡ് ടീ, ശബരി മീറ്റ് മസാല 100 ഗ്രാം, ശബരി ഗരം മസാല 50 ഗ്രാം, അതുപോലെ തന്നെ ചിക്കൻ മസാല 100 ഗ്രാം, ശബരി കുരുമുളക് പൊടി 100 ഗ്രാം, മസാലക്കൂട്ട് 50 ഗ്രാം എന്നിവയാണ് ഈ ഒരു കിറ്റിൽ ഉണ്ടായിരിക്കുക. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.